അമ്മ മീൻ വെറുക്കാൻ വെച്ച എണ്ണയാ, തള്ള കാണുമെന്തോ. വെളിച്ചെണ്ണയുടെ വിലക്ക് അത്രയും മതി. ഈ മുതുകന് എന്തിന്റെ എണക്കേടാണ്? എന്ത് ഗോസ്റ്റിയാണ് ഇവ കാണിക്കുന്നത്? എന്തിന്റെ കൃപകടിയാണ്? Rose. Oh, my darling. Darling? My darling. അടുത്ത് വരരുത്. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ. ഇഷ്ടമല്ലടാ. കൊച്ചിനെ കൊണ്ടുവന്നേക്കുന്നത് ഞാൻ. എനിക്കാണ് ഇവിടെ ഒരു വോയിസും ഇല്ല. എങ്ങനെയും മുതലാക്കണം. കിളവനൊക്കെ എന്നെ ആലോചിച്ചോണ്ടിരിക്കുക. അങ്ങനെ പല പല സ്വപ്നങ്ങളുമായി അവർ റോസിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഇടുത്തി പോലെ അവരുടെ കുടുംബത്തിൽ ആ വാർത്ത വന്നു വീണു. ഞാനിത് എങ്ങനെ സഹിക്കണം? പൈസ ഇല്ലാത്തോണ്ടേ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്തൊരു തേപ്പ് തേച്ചാ അവള് പോയത്. അവളാ എണ്ണ തേക്കണ പാട് കണ്ടപ്പോഴേ വിചാരിച്ചതാ അവള് തേച്ചിട്ട് പോകുന്നു. വല്ലാത്തൊരു തേപ്പായി പോയിട്ടോ. എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി.
ചേട്ടൻ എണ്ണ തേക്കുന്നതല്ലേ കണ്ടുള്ളൂ. ഞാൻ നല്ല എണ്ണയെ പൊരിച്ച ചിക്കൻ കാലും കൊണ്ട് യുദ്ധം ചെയ്യുന്ന സ്വപ്നമാ കണ്ടത്. അതേന്നേ ആണോ? പിന്നെ സ്വപ്നത്തിലേ ഞാൻ ഈ ഡ്രസ്സാ ഇട്ടിരുന്നത്. അതിപ്പോ ഞാൻ ഊരി മാറ്റിയിട്ടില്ല, കടന്നോട്ടെന്ന് വെച്ചു. എന്റെ ദൈവമേ, എന്തൊക്കെ സ്വപ്നം കണ്ടതാ ഞാൻ. പോയി ഡാൻസ് അറിയാത്ത ഞാൻ യൂട്യൂബിലൊക്കെ ഡാൻസ് പഠിച്ച് ഈ കുഞ്ഞാലാണ് പണ്ടാറടിക്കുന്നത്. ഒന്നൊന്നര പെർഫോമൻസ് ഈ ആട്ടോട്ടിലിരുന്നാ ചെയ്യുന്നത്. എല്ലാം പോയില്ലേ? ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. നീ അവളെ കെട്ടിയാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ചേട്ടനാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഒരു മനുഷ്യപ്പറ്റുണ്ടല്ലോ. ഇത് ഇത്രയും വൃത്തികെട്ട മരപ്പെട്ടി അവള് പോയി കെട്ടിക്കളഞ്ഞല്ലോ. എന്റെ ദൈവമേ, മരപ്പട്ടിയല്ല പരട്ട. നാലോന്റെ വട്ടച്ചൂരി അവള് കണ്ടില്ല. അല്ല, കാണാൻ സമയം ആകുന്നല്ലേ ഉള്ളൂ. ഓ എന്റെ ദൈവമേ, എനിക്ക് സഹിക്കുന്നില്ല. എന്നാലും നിങ്ങളൊക്കെ ചേട്ടന്മാരാന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടാ? നമ്മുടെ കുടുംബത്തിന്റെ മാനം പോയില്ലേ? നിങ്ങളുടെ അച്ഛനിതറിഞ്ഞ എനിക്ക് ഓർക്കുമ്പോ തന്നെ പേടിയാ. പോ ചേട്ടാ. ഇനി നിന്നെ ഞാൻ എന്താ കണ്ട മൂന്ന് കൊട്ടത്തേങ്ങ. അയ്യോ അമ്മ ഏട്ടൻ ചേട്ടന്മാരെന്താ അണ്ടി പോയി അണ്ണാനെ പോലെ ഇരിക്കുന്നേ? പോയല്ലോ. അവനെ അങ്ങ് തീർത്താലോ? നീ ഇതൊന്നും നോക്കണ്ട, നമുക്കിങ്ങനെ സുഖിച്ചിരെത്തിച്ചു. വാ, അവിടെ ഇരിക്കാം. ഇരിക്കേട്ടാ. ഇരിക്കുവല്ലേ? ചേട്ടാ എനിക്ക് പിന്നെ ഉമ്മ തരുവോന്നോ? ചോദ്യം കാരാമ കടിച്ചു പോകത്തുള്ളടാ. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അഹങ്കാരിയം. എന്റെ ചക്കര. കുടുംബം നശിപ്പിക്കാൻ വലത് ആലോചിച്ച് കേറി വന്നേക്കണേ. മുട്ടിഞ്ഞു പൊട്ടെ. അമ്മ നോക്കി അവിടെ എടാ, അവനെ നോക്കിയാണ്ടാ പറഞ്ഞത്. നിന്റെ മോന്ത ആയിപ്പോയിനേ ഉള്ളൂ. നിന്നെ കാണാൻ മേല, ഒരു നേരിലായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാ അമ്മയ്ക്ക് തോന്നിയത്. അവളൊരു പാവമാ, അവനെ മഹാദ്രോഹി. പിന്നെ തരാം. അമ്മ അടുത്തിട്ടുള്ള വല്ല ബോധം ഉണ്ടോ? ഓ, ഇവനകത്തെങ്ങാനും പോയിരുന്ന് കാണിച്ചാ പോരെ. അതെ, നമ്മുടെ പിടിപ്പീടാണ്. നമ്മളെ കാണിക്കാൻ തന്നെയാടാ. കണ്ടോ? അമ്മ അകത്ത് പോയി അമ്മ ഇതൊന്നും കാണണ്ട. ഓ, ഞങ്ങള് കണ്ടോളാം. നല്ല കമ്മല്. അവിടെ എന്തോ ഒരനക്കം. വല്ല കള്ളന്മാരുമാണോ? ഏതൊക്കെയായിരിക്കുമോ? ഫൽഗു, ആ തോക്കെടുത്തോണ്ട് വാ. വേണ്ടടാ. ഉണ്ടില്ലാത്ത തോക്കിലെന്ത് പിടി? എടാ, ഉണ്ടയില്ലെന്ന് നമ്മക്കല്ലേ അറിയുള്ളൂ, അവർക്കറിയത്തില്ലല്ലോ. എടുത്തോണ്ട് വാ. അത് ശരിയാ. ആരോ പണി തരാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു.